എഴുന്നേറ്റേ പറ്റൂ. അച്ഛാ, എനിക്ക് വിദ്യാഭ്യാസമില്ല. ഞാൻ സ്കൂളിൽ ആദ്യം പോയിട്ടില്ല. ഞാൻ മുക്കുവനാണ്. ഞാൻ 9ാമത്തെ വയസ്സ് തൊട്ട് മീൻ പിടിക്കാൻ പോയ മുക്കുവനാ കടലിൽ. ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. എനിക്ക് എന്റെ പേര് BIJ എന്ന് എഴുതാൻ അറിയത്തില്ല. എനിക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ല. ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബസ് വരുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളോട് പറയും, ചേട്ടാ ഓടി വരുന്ന ബസ് ഏതാണെന്നൊന്ന് പറയണേ. അപ്പൊ അവൻ പറയും, ഇത് എറണാകുളത്തോട്ടുള്ള ബസ്സാ. അങ്ങനെയാ കയറുന്നേ. മുഴുവിക്കനായിരുന്നു, മുഴുവിക്കൻ. വെള്ളമടിച്ച് കഞ്ചാവടിച്ച് ഉടുത്ത തുണി താഴെ കഴുത്തെ തോളയിട്ട് ഷഡ്ഡിയുമിട്ട് നടുറോട്ട് കിടന്നപ്പോൾ ഒരു പാസ്റ്ററുടെ കൈക്ക് പിടിച്ച് പൊക്കിയതാ. നിക്ക് കേക്ക്, അവിടെ നിന്ന് പൊക്കിയതാ. എന്റെ നാട്ടിൽ വന്നൊരു ആദ്യമായി സുവിശേഷ വിലക്ക് വന്നു. ആ ദൈവദാസന്റെ വീട് 7 ലിറ്റർ പെട്രോളും 18 പാളി പടപ്പും ഗുണ്ടും വെച്ച് കത്തിച്ചവനാ ഞാൻ. പക്ഷെ എന്നെ വഴിയിലിട്ട് പിടിച്ചു ദൈവം. ആ ദൈവദാസൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചു. എന്റെ ശരീരത്തുനിന്ന് ദുരാത്മാക്കൾ ഇറങ്ങി. പക്ഷെ എന്നോട് ഒരാൾ എടാന്ന് വിളിച്ചാൽ അവന്റെ വീട്ടിൽ ചെന്ന് എടാന്ന് വിളിച്ച് അവനെ തല്ലാതെ ഞാൻ പോരത്തില്ല. കണ്ണൂർ ജയിലിലെത്തി ശരീരം മുഴുവൻ പോലീസുകാർ കയറി ഇറങ്ങിയതാ. ഇതിനകത്തൊരു നല്ലെല്ലില്ല, അതുപോലെ ചവിട്ടിക്കൂട്ടിയതാ. പക്ഷെ വഴി കിടന്ന് എന്നെ പോക്കി ആ മനുഷ്യൻ വീട്ടിൽ കൊണ്ടുപോയി. യേശുവിനെ കുറിച്ച് പറഞ്ഞാ, യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചു 94-ൽ. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ ഞാനൊരു കാഴ്ച കണ്ടു, യേശുവിന്റെ ക്രൂശ് മരണം. ആ കാഴ്ച കണ്ട് താഴെ എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ എന്നോട് ക്ഷമിക്കണേ. ഈ കൈ കൊണ്ട് 3 പ്രാവശ്യം എന്റെ അപ്പനെ കൊല്ലാൻ പിടിച്ചു. ഒരു പ്രാവശ്യം അപ്പൻ ചത്തു, ബോധം പോയി, താഴെ വീണു, അനക്കമില്ല, നാടുവിട്ടു. രാജീവ് ഗാന്ധി വെടികൊണ്ട് മരിക്കുമ്പോ തമിഴ്നാട്ടിൽ ഞാൻ അപ്പനെ കൊന്നിട്ട് ഒളിവിലിരിക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോ കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞ, ചത്തട്ടില്ലടാ നിന്റെ അപ്പം മടങ്ങി വാ. 5 ചേട്ടന്മാരുടെ വിവാഹം നടന്നു, എന്നെ അറിയിച്ചില്ല. അത്രയും പോക്ക് കേസ്. എന്റെ അപ്പൻ എന്നെ തൊട്ടു. ഒരു ഹല്ലേലൂയ പറ. ഞാൻ പറയാറുണ്ട്, ആരെങ്കിലും ഒക്കെ ഞാൻ ഈ ചാടുന്നതും ബഹളം ഉണ്ടാക്കുന്ന കാണിക്കുമ്പോ ശരി എന്തിനാണോ ഇത്രയും ചാടുന്നത്? എന്നെ വിടുവിച്ച വിടുതൽ ഓർത്താൽ ഇത്രയും ചാടിയാ പോരാ. ഹല്ലേലൂയ. എന്നെ രക്ഷിച്ച എന്റെ ദൈവത്തിന്റെ കരുണ ഓർത്താൽ ഇത്രയും ശബ്ദമിട്ട പോലെ ഇതിനകത്ത് തുള്ളി ചാടണം. ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചു. ഓടി വീട്ടിൽ പോയി. അപ്പനോട് ക്ഷമ പറഞ്ഞു, അമ്മയോട് ക്ഷമ പറഞ്ഞു. 8 ചേട്ടന്മാരും 2 ചേച്ചിമാരുമുണ്ട്. ഞാൻ ഏറ്റവും ഇളയതാ. ഓരോരുത്തരോട് ക്ഷമ പറഞ്ഞു മക്കളെ. പിറ്റേ ദിവസം രാവിലെ ഓടി വീട്ടിൽ ചെന്നു. പാസ്റ്ററെ, അഭിഷിതനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാടാ? എനിക്ക് 5 മിനിറ്റ് യേശുവിനെ ഒന്ന് പ്രസംഗിക്കണം. പക്ഷെ ഞാൻ വിക്കനാ, എനിക്കിത് വായിക്കാൻ അറിയില്ല. പാസ്റ്റർ പറഞ്ഞു, മോനെ ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക്, ദൈവം നിറക്കും. ഭാഷ ഇതൊക്കെ സത്യമാണോ? സത്യമാണോ? ടെസ്റ്റ് ചെയ്യടാ. എന്റെ വീടിന്റെ 2 സൈഡും തെങ്ങിൻ തോപ്പാ. രാത്രി 12 മണിക്ക് തെങ്ങിൻ തോപ്പിലേക്ക് ഇറങ്ങി. ഒരു തെങ്ങിൻ തടി വെട്ടിയിട്ടുണ്ട്. ആ തെങ്ങിൻ തടിയിലോട്ട് അങ്ങ് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ തമ്പുരാനെ, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ വഴിയിൽ നിന്ന് കയറി വന്നതാ. പക്ഷേ എനിക്ക് അങ്ങയെ ഇഷ്ടമാണ്. എനിക്ക് അങ്ങയെ കുറിച്ച് 5 മിനിറ്റ് ആരോടെങ്കിലും പറയണം. ആരും എന്നോട് പറയുക എഴുന്നേറ്റ് നിൽക്കാൻ. അച്ഛാ, ഞാൻ എഴുന്നേറ്റ് നിന്നു. അച്ഛാ, ഒരു കാറ്റ് എന്റെ മേൽ അടിച്ചട്ടെ, എന്നെ പോക്കിയെടുത്ത മീറ്ററുകൾക്ക് അപ്പുറം കൊണ്ട് താഴെ കിട്ടും. എന്റെ കാലിൽ തീ പിടിച്ചു, എന്റെ കൈകളിൽ തീ പിടിച്ചു. ആ പറമ്പിക്കടന്ന് ഞാൻ അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവശബ്ദം, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവ്. അന്ന് എന്റെ നാവിന്റെ കെട്ട് പൊട്ടിയതാ. ഇന്ന് വരെ വിക്കിയിട്ടില്ല, ഇന്ന് വരെ വിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞത്, എന്റെ ദൈവം സൗഖ്യത്തിന്റെ ദൈവമാ, എന്റെ ദൈവം സൗഖ്യദായകനാ. ചതഞ്ഞ ഓട ഓടിക്കാത്തവർ പുകയുന്ന തിരിയെ. അമ്മേ, ഒരു ഹല്ലേലൂയ ഉറക്കെ പറ. അച്ഛാ, എന്നോട് ആര് പറയുന്നു ഓടിച്ചെന്ന് ബൈബിൾ വായിക്കാൻ? ഞാൻ വീട്ടിൽ ചെന്നു, ഓടിച്ചെന്ന് വേദപുസ്തകം തുറന്നു. പുറപ്പാട് 3-ാം അധ്യായം കിട്ടി. പച്ചവെള്ളം പോലെ വായിക്കാൻ തുടങ്ങി. അന്ന് വായിച്ചത് ഇന്ന് വരെ നിർത്തിയിട്ടില്ല. എന്റെ കൂടെ വെള്ളമടിച്ചവനും കഞ്ചാവടിച്ചവനും ഒക്കെ ഞാൻ മുക്കി. സ്വതന്ത്രം. ആ ഫോട്ടോ വെച്ച് ഏകദേശം 5600 പേരെ ഞാൻ സ്നാനപ്പെടുത്തി. സ്വതന്ത്രം.
ഫോർട്ട് കൊച്ചി, ഫോർട്ട് കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ചർച്ച് നിൽക്കുന്നതിന്റെ റോഡ് അവരുടെ കൊച്ചിൻ കോർപ്പറേഷൻ ചർച്ച് റോഡ് എന്ന് പേര് മാറ്റി. കേരളത്തിന്റെ പെന്തക്കോസ്തിന്റെ ചരിത്രത്തിൽ നടക്കാത്തത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു. ഇന്ന് പകലിൽ ഈ പുസ്തകം പിടിച്ച് കിഴവിക്കല പ്രസംഗിക്കാമെന്നതല്ല, അനുഭവത്തിലാ പറയുന്നത്. ഈ അഭിഷേകത്തന്നതല്ല, ഈ ദൈവശക്തി വ്യാപിച്ച് ഈ ദൈവകൃപയാകി വന്ന് ആള് മാറിയത് പോലെ